Dear children, നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരുന്നത്? സബ്ഡിവിഷൻ ഓഫ് ജേണൽ അല്ലേ? വാട്ട് ആർ ദ സബ്ഡിവിഷൻസ് ഓഫ് ജേണൽ? ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക് ആൻഡ് ജേണൽ പ്രോപ്പർ. ഓക്കെ, ദീസ് ആർ ദ മേജർ സബ്ഡിവിഷൻസ് ഓഫ് ജേണൽ. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഒരെണ്ണം പഠിച്ചായിരുന്നു. എന്താ അത്? ക്യാഷ് ബുക്ക് അല്ലേ? ക്യാഷ് ബുക്ക് പഠിച്ചു. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് പെറ്റി ക്യാഷ് ബുക്ക് അല്ലേ? ഇത് മൂന്നും നമ്മൾ പഠിച്ചു. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? പർച്ചേസസ് ബുക്ക്. ഓക്കെ, പർച്ചേസസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ഡേ ബുക്ക്. സോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ക്യാഷ് ബുക്ക്? ക്യാഷ് ബുക്ക് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു റെക്കോർഡ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് അല്ലേ? എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ഡിവിഷൻ ഓഫ് ജേണൽ ഒരു ജേണലാണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് ബുക്ക്. ഓക്കെ, ദെൻ പർച്ചേസസ് ബുക്ക്. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് പർച്ചേസസ് ബുക്ക്. പർച്ചേസസ് ബുക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ സബ്ഡിവിഷൻസ് ഓഫ് ജേണൽ യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഓക്കെ, സബ്ഡിവിഷൻസ് ഓഫ് ജേണലിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? പർച്ചേസ് ഡേ ബുക്ക്. ആൻഡ് ദിസ് ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഓക്കെ, ഗുഡ്സ് നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുകയോ സെയിൽ ചെയ്യുകയോ ചെയ്താൽ അത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്കാണ് ഏതെന്ന് പറയുന്നത്? ഏത്? ക്രെഡിറ്റ് പർച്ചേസ്. ഗുഡ്സ് നമ്മൾ കടത്തിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്കാണ് ഏതെന്ന് പറയുന്നത്? പർച്ചേസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ജേണൽ. ഓക്കെ, ദിസ് ബുക്ക് ഈസ് ഓൾസോ നോൺ ആസ് പർച്ചേസ് ഡേ ബുക്ക്. അപ്പോൾ ക്യാഷ് പർച്ചേസസ് എങ്ങോട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്? എങ്ങോട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്? ക്യാഷ് ബുക്കിലേക്കാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് മെയിൻ ഫോർ ഓൾ പർച്ചേസസ്, ഇറ്റ് ഈസ് മെയിൻഡ് ഫോർ ഓൺലി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് കടത്തിന് വാങ്ങിയാൽ നമ്മൾ എവിടെ കാണിക്കും? പർച്ചേസ് ഡേ ബുക്കിനകത്ത് കാണിക്കും. ഓക്കെ, സോ നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു. അതുപോലെ നമുക്കിനി എന്തും പ്രിപ്പയർ ചെയ്യണം? നമുക്ക് പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ പർച്ചേസ് ജേണൽ പ്രിപ്പയർ ചെയ്യണം. സോ എങ്ങനെയാണ് പർച്ചേസ് ജേണൽ പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഒബ്റ്റെയിൻഡ് ഫ്രം മെഷേഴ്സ് കനിക ട്രേഡേഴ്സ് ആൻഡ് ഒബ്സർവ് ഹൗ ദ എൻട്രീസ് ആർ റെക്കോർഡഡ് ഇൻ ദ പർച്ചേസ് ജേണൽ. അല്ലെങ്കിൽ റെക്കോർഡ് ദ ഫോളോയിങ് ജേണൽ എൻട്രീസ് ഇൻ എ പർച്ചേസ് ജേണൽ. ഓക്കെ, സോ ഇവിടെ ഡേറ്റും ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. 2017 August 4. Purchased from Measures Nima Electronics. Invoice number 3250. 20 mini size TV at the rate of rupees 2000 per piece. Okay, then 15 tape recorders at the rate of rupees 12,500 per piece. Then trade discount on all items at the rate of 20%. ഓക്കെ, അപ്പോൾ August 4 നടന്ന പർച്ചേസിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത്? നമ്മൾ പർച്ചേസ്ഡ് ഫ്രം മെഷേഴ്സ് നീമ ഇലക്ട്രോണിക്സ് അല്ലേ? നീമ ഇലക്ട്രോണിക്സിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ദെൻ പർച്ചേസ് ചെയ്ത ഐറ്റംസ് ഏതൊക്കെയാണ്? 20 മിനി സൈസ് TV at the rate of rupees 2000. അതുപോലെ 15 ടേപ്പ് റെക്കോർഡേഴ്സ് 12,500 വെച്ച് വാങ്ങി. പിന്നെ ഇതിനെല്ലാത്തിനും കൂടി ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുണ്ട് 20%. ഇങ്ങനെ August 10 പർച്ചേസ് ചെയ്യുന്നു, August 18 പർച്ചേസ് ചെയ്യുന്നു, ദെൻ August 26, August 29, അങ്ങനെ ഇത്രയും പർച്ചേസ് ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. ഇതിൽ ക്രെഡിറ്റ് പർച്ചേസ് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് ഡേ ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, സോ let's see how to record these transactions in a purchase day book. First date എന്ന് പറയുന്നത് August 4 ആണ് അല്ലേ? 2017 August 4 ആണ്. ഓക്കെ, അതിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് പർച്ചേസ്ഡ് ഫ്രം നീമ ഇലക്ട്രോണിക്സ്. അപ്പൊ ആരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്? നീമ ഇലക്ട്രോണിക്സ്. ഓക്കെ, പേരോർത്ത് വെച്ചേക്കാം, നീമ ഇലക്ട്രോണിക്സ്. ദെൻ ഇൻവോയ്സ് നമ്പർ തന്നിട്ടുണ്ട് 3250. ദെൻ ഐറ്റംസ് തന്നിട്ടുണ്ട് 20 മിനി സൈസ് TVs at the rate of rupees 2000 per piece. Okay, then 15 tape recorders at the rate of rupees 12,500 per piece. Okay, then ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. So this is the format of എന്താണ്? പർച്ചേസ് ഡേ ബുക്ക്. നമുക്ക് പർച്ചേസ് ഡേ ബുക്കിന്റെ ഫോർമാറ്റ് എങ്ങനെ വരുന്നതെന്ന്
ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് പർച്ചേസ് ഡേ ബുക്കിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ ഏതൊക്കെ കോളംസ് ഉള്ളത് നമ്മൾ ക്യാഷ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്യാഷ് ബുക്ക് ലെഡ്ജർ പോലെ ആയിരുന്നു. ഇവിടെ നമുക്കുള്ളത് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് സപ്ലയേഴ്സ്, ലെഡ്ജർ ഫോളിയോ ആൻഡ് എമൗണ്ട്. ഓക്കെ, നിങ്ങൾ ഈ കോളംസ് മാത്രം വരയ്ക്കുക, ഇടയ്ക്ക് കാണുന്ന ചെറിയ ലൈൻസ് ഒന്നും വരയ്ക്കണ്ട കേട്ടോ. അപ്പോൾ ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് സപ്ലയർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കോളംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡേറ്റ് കോളം, ഇൻവോയ്സ് നമ്പർ, ദെൻ നെയിം ഓഫ് സപ്ലയേഴ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ കണ്ടല്ലോ ഫസ്റ്റ് ഡേറ്റ് കോളം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഡേറ്റ് കൊടുക്കാം. എന്താ ഡേറ്റ്? 2017 ഓഗസ്റ്റ് 4. ഓക്കെ, 2017 ഓഗസ്റ്റ് 4. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത ശേഷം വേണം ആൻസർ കേൾക്കാൻ കേട്ടോ. അപ്പോൾ 2007, ഇപ്പം ഞാൻ ഇതിൽ 7 എന്ന് എഴുതിയിരിക്കുന്നത്, അപ്പം 17 ആക്കുക. 2017 ഓഗസ്റ്റ് 4 എന്താണ്? നീമ ഇലക്ട്രോണിക്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു അല്ലേ. നമ്മുടെ ഇൻവോയ്സ് നമ്പർ 3250. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇൻവോയ്സ് നമ്പർ കൊടുക്കാം 3250. ദെൻ ആരുടെ കയ്യിൽ നിന്ന്? നെയിം ഓഫ് സപ്ലയർ ആരാണ്? നെയിം ഓഫ് സപ്ലയർ നീമ ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പൊ മെഷേഴ്സ് നീമ ഇലക്ട്രോണിക്സ്. നീമ ഇലക്ട്രോണിക്സിന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയാ പർച്ചേസ് ചെയ്തത്? 20 മിനി സൈസ് TV 20 into 2000 വരും അല്ലേ. അപ്പൊ ഒരു ടിവിക്ക് 2000 റുപ്പീസ് വെച്ച് 20 into 2000 റുപ്പീസ് അല്ലേ. എനിക്കിവിടെ 200 ആയിരിക്കുന്നത്, 2000 ആക്കുക കേട്ടോ. ദെൻ എമൗണ്ട് 40,000. 20 into 2000 40,000. ദെൻ 15 ടേപ്പ് റെക്കോർഡേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 12,500. അങ്ങനെ വരുമ്പോൾ 1,87,500 കിട്ടും. ഓക്കെ, 20 into 2000 40,000. Then 15 into 12,500 1,87,500 കിട്ടും. ഓക്കെ, അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,27,500 എന്ന് കിട്ടും. ഓക്കെ, then ക്വസ്റ്റിനെ പറഞ്ഞിട്ടില്ലേ ഒരു ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ഓൺ ഓൾ ഐറ്റംസ് അറ്റ് ദ റേറ്റ് ഓഫ് 20% അല്ലെ. എല്ലാ ഐറ്റംസിനും കൂടി നമ്മൾ എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്? 20%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ എത്രയാണ് നമ്മുടെ എന്താണ് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്? ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ 2,27,500 അല്ലെ. അപ്പൊ 2,27,500 ഇൻറ്റു എത്ര പെർസെന്റേജ്? 20% അല്ലേ. അപ്പൊ 20/100. പെർസെന്റേജ് കാണുന്നത് 100-നാണ്. ഓക്കെ, അപ്പൊ 2,27,500 ഇൻറ്റു 20/100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നറിയോ? 45,500 കിട്ടും. ഓക്കെ, അപ്പോ ഈ ടോട്ടൽ ഫിഗറിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യുക? ഡിസ്കൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് ഏതെന്ന് പറയുന്നത്? ഈ 1,82,000 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഡേറ്റ് എഴുതുക, ദെൻ ഇൻവോയ്സ് നമ്പർ കൊടുക്കുക, പേര്, നെയിം ഓഫ് സപ്ലയേഴ്സ്, ഐറ്റംസ്. ഓക്കെ, ദെൻ ഔട്ടർ കോളത്തിൽ ടോട്ടൽ എമൗണ്ട് കാണിക്കുക. ഈ ടോട്ടലിൽ നിന്നും ട്രേഡ് ഡിസ്കൗണ്ട് ലെസ് ചെയ്ത ശേഷമുള്ള ഫിഗർ പുറത്ത് കാണിക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് നോക്കിയേ. സെക്കൻഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്? ഓഗസ്റ്റ് 10 ബോട്ട് ഫ്രം മെഷേഴ്സ് പവൻ ഇലക്ട്രോണിക്സ് അല്ലെ. ഓഗസ്റ്റ് 10-ന് ബോട്ട് ഫ്രം മെഷേഴ്സ് പവൻ ഇലക്ട്രോണിക്സ്. ഇൻവോയ്സ് നമ്പർ 8260. 10 video cassettes at the rate of rupees 150 per piece. 20 tape recorders at the rate of rupees 1,650 per piece. Then trade discount 10% on purchase. Okay, തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതാം? ഡേറ്റ് എഴുതാം. ഓക്കെ, സോ ഡേറ്റ് ഓഗസ്റ്റ് 10. ക്ലിയർ? ദെൻ വേണ്ടത് ഇൻവോയ്സ് നമ്പർ. ഓക്കെ, അപ്പോ ഇൻവോയ്സ് നമ്പർ 8260. നെയിം ഓഫ് സപ്ലയർ ആരാണ്? പവൻ ഇലക്ട്രോണിക്സ്. ഐറ്റംസ് എന്തൊക്കെയാണ്? 10 വീഡിയോ കാസറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 150 അല്ലെ. അപ്പൊ 10 into 150 ഒന്നിന് 150 രൂപ വെച്ചാണ്. അപ്പോൾ 10 എണ്ണത്തിന് 10 into 150. ഓക്കെ, ദെൻ 20 ടേപ്പ് റെക്കോർഡേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 1,650. അപ്പോൾ ഒരെണ്ണത്തിന് 1,650 ആണെങ്കിൽ 20ക്ക് എത്രയാവും? 20 into
1650. ദാറ്റ് ഈസ് 33,000. ഓക്കെ, അപ്പൊ ഇത്രയാണ് പർച്ചേസ് ചെയ്തത്. അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ 33,000 പ്ലസ് 1,500 34,500. ഓക്കെ, ദെൻ അവിടെയും ഉണ്ട് എന്താ, ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ബൾക്ക് പർച്ചേസിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ചാപ്റ്ററിൽ, ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പോ ട്രേഡ് ഡിസ്കൗണ്ട് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. ഇപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് 10% ആണ്. നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ട്രേഡ് ഡിസ്കൗണ്ട്? ടോട്ടൽ ഫിഗറിന്റെ ടോട്ടൽ ഫിഗർ എന്ന് പറയുമ്പോൾ ഈ 34,500ന്റെ 10%. ഇപ്പൊ 34,500 ഇൻറ്റു 10/100. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3,450 കിട്ടും. മനസ്സിലായോ? ട്രേഡ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലായോ? എങ്ങനെയാ ട്രേഡ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തത്? ടോട്ടൽ ഫിഗറിന്റെ എത്രയാണ്? ടോട്ടൽ ഫിഗർ എന്ന് പറയുമ്പോൾ 33,000 പ്ലസ് 1,500, അതായത് 34,500. അതിന്റെ 10%. അപ്പൊ ഇൻറ്റു 10/100. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3,450 കിട്ടും. അപ്പോൾ 34,500ൽ നിന്ന് 3,450 മൈനസ് ചെയ്ത ശേഷമുള്ള ഫിഗർ എവിടെ കാണിക്കുക? നമ്മുടെ ഔട്ടർ കോളത്തിൽ കാണിക്കുക. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എത്രയെന്ന് കിട്ടും? 31,050 കിട്ടും. 31,050 രൂപ. ക്ലിയർ? ഓക്കെ, the next transaction, August 18, purchased from Messrs Northern Electronics, invoice number 4256, 15 Northern stereos at the rate of rupees 4,000 per piece, 20 Northern color TV at the rate of rupees 14,500 per piece, trade discount at the rate of 12.5%. ഓക്കെ, ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട് ഓഗസ്റ്റ് 18. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കൊടുക്കേണ്ട ഡേറ്റ് ഓഗസ്റ്റ് 18. ഇൻവോയിസ് നമ്പറും തന്നിട്ടുണ്ട്. എത്രയാണ്? 4256. അല്ലേ? ഇൻവോയിസ് നമ്പർ തന്നിട്ടുണ്ട്. ദെൻ നെയിം ഓഫ് സപ്ലയർ ആരുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത? നോർത്തേൺ ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പൊ നോർത്തേൺ ഇലക്ട്രോണിക്സിന്റെ കയ്യിൽ നമ്മൾ എന്തൊക്കെയാ പർച്ചേസ് ചെയ്തത്? 15 നോർത്തേൺ സ്റ്റീരിയോസ് അല്ലെ, 4,000 പെർ പീസ്. അപ്പൊ 15 ഇൻറ്റു 4,000. അടുത്ത പിന്നെ പർച്ചേസ് ചെയ്ത 20 കളർ ടി വി അല്ലെ, നോർത്തേൺ കളർ ടി വി. ഇപ്പൊ 15 ഇൻറ്റു 4,000 60,000. ദെൻ 20 കളർ ടി വി ആകുമ്പോൾ 20 ഇൻറ്റു 14,500 2,90,000. ഓക്കെ, ദെൻ എന്ത് ചെയ്യാ? രണ്ടും കൂടി ആഡ് ചെയ്യുക. 60,000 പ്ലസ് 2,90,000 3,50,000 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ അവിടെ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. എത്ര ട്രേഡ് ഡിസ്കൗണ്ട്? 12.5%. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3,50,000 ഇൻറ്റു 12.5/100. ഓക്കെ, 12.5/100 കാണണം. 12% ഡിസ്കൗണ്ട് കാണുക. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്ന? 43,750 എന്ന് കിട്ടും. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യണം? എമൗണ്ട് ഔട്ടർ കോളത്തിൽ കാണിക്കും. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3,06,250 എന്ന് കിട്ടും. 3,06,250 രൂപ. ഓക്കെ, അപ്പൊ മനസ്സിലായോ എങ്ങനെയാ പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്? പർച്ചേസ് ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന്? ഡേറ്റ് ഉണ്ട്, ഇൻവോയിസ് നമ്പർ ഉണ്ട്, നെയിം ഓഫ് സപ്ലയർ ഉണ്ട്. ഓക്കെ, തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഔട്ടർ കോളത്തിൽ കാണിക്കാം. ഓക്കെ, ഇനി ഓരോ ട്രാൻസാക്ഷൻസ് ആയിട്ട് നിങ്ങൾ തനിയെ റെക്കോർഡ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓഗസ്റ്റ് 26 ആണ് അല്ലെ. അപ്പൊ ഓഗസ്റ്റ് 26 നമ്മൾ ഡേറ്റ് എഴുതുക. ദെൻ ഇൻവോയിസ് നമ്പർ കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്ത നെയിം ഓഫ് സപ്ലയർ കൊടുക്കുക. ദെൻ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻറ്റു റേറ്റ്. ഓക്കെ, നമ്മൾ 26 എന്താ പർച്ചേസ് ചെയ്തിരിക്കുന്നത്? പർച്ചേസ് ഫ്രം മെഷേഴ്സ് നീമ ഇലക്ട്രോണിക്സ് അല്ലെ. നമ്മൾ നീമ ഇലക്ട്രോണിക്സ് കൊടുത്തു. ദെൻ 20 മിനി സൈസ് ടി വി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 20 ഇൻറ്റു എത്രയാണ് റേറ്റ്? അറ്റ് ദ റേറ്റ് ഓഫ് ₹1000. അപ്പൊ 20 ഇൻറ്റു 1000 കാണിക്കുക. ഓക്കെ, 20 ഇൻറ്റു 1000 ഇതുപോലെ. ഓക്കെ, ദെൻ അടുത്തത് 5 അല്ലെ, 5 കളർ ടി വി 12,500. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 12,500 വെച്ച് 5 എത്ര കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, സോ അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ഐറ്റംസും ഓരോ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. മനസ്സിലായോ? ദെൻ 26 പർച്ചേസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക.
29th പർച്ചേസും റെക്കോർഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ നമുക്ക് ക്വസ്റ്റ്യനിൽ. മെഷേഴ്സ് പവൻ ഇലക്ട്രോണിക്സ് എന്താണ് 20 വീഡിയോ കാസറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 150. അതുപോലെ 25 ടേപ്പ് റെക്കോർഡേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 1600. ഓക്കെ, ഇത്രയും റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്ത് ട്രേഡ് ഡിസ്കൗണ്ട് മൈനസ് ചെയ്ത് ഔട്ടർ കോളത്തിൽ എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആദ്യത്തെ കുറച്ച് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തപ്പോൾ? അപ്പൊ അങ്ങനെ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്ത ശേഷം ടോട്ടൽ ചെയ്യുക. ഓക്കെ, ഐറ്റംസ് എല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. ആ ഫിഗേഴ്സ് എല്ലാം കൂടി, അതായത് നമ്മുടെ ഔട്ടർ കോളത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ് നമ്മുടെ ഈ 1,82,000 പ്ലസ് 31,050 പ്ലസ് 30,000 and 3,06,250, then 58,000, 38,700 ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എത്ര? 6,16,000 എന്ന് കിട്ടും. 6,06,000 രൂപ. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫിഗർ. ഓക്കെ, സോ ടോട്ടൽ ചെയ്യുക. പർച്ചേസ് ബുക്ക് ടോട്ടൽ ചെയ്തിടുക. ദെൻ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ആ മാസത്തെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഓഗസ്റ്റ് അല്ലേ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ്. അപ്പോൾ ഓഗസ്റ്റിലെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. ഓഗസ്റ്റിലെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 31st ആണ്. അപ്പൊ 31st ഇവിടെ ഡേറ്റ് കൊടുക്കുക, ഫിഗർ കാണിക്കുക, ടോട്ടൽ കാണിക്കുക. മനസ്സിലായോ നിങ്ങൾക്ക് ചെയ്യാൻ? ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് അപ്പൊ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഓരോ എന്താണ് സപ്ലയേഴ്സിന്റെ പേര് എഴുതി ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ചെയ്ത് നോക്കി അല്ലെ? ഇനി അങ്ങനെ അല്ലാതെ നമുക്ക് ചെയ്യാം. അതായത് ഇത് കണ്ടോ, ഡേറ്റ, ഇൻവോയിസ് നമ്പർ, നെയിം ഓഫ് സപ്ലയർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്, സെയിം സാധനം തന്നെയാണ്. ഇവിടെ ഡേറ്റ് ഇടുന്നു, ഇൻവോയിസ് നമ്പർ എഴുതുന്നു, നീമ ഇലക്ട്രോണിക്സ് എന്ന് മാത്രം എഴുതുന്നു. കണ്ടോ, കസ്റ്റമറുടെ പേര് അല്ലെങ്കിൽ സപ്ലയറുടെ പേര് മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. എന്തൊന്നും കാണിക്കുന്നില്ല, ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയിട്ട് ഔട്ടർ കോളത്തിൽ ഫുൾ എമൗണ്ട് കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ ഏത് മെത്തേഡാണ് നല്ലതെന്ന്? ഈ മെത്തേഡാണ് നല്ലത്. ഓക്കെ, രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ക്ലിയർ? ഇപ്പൊ പർച്ചേസ് ഡേ ബുക്ക് ചെയ്യാൻ മനസ്സിലായില്ലേ? ഓക്കെ, പർച്ചേസ് ബുക്ക് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ആണ്. ഓക്കെ, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. പർച്ചേസ് ബുക്ക് പോലെ തന്നെയാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്കും. ഓക്കെ, പ്രിപ്പറേഷൻ ഒക്കെ അതുപോലെ തന്നെയാണ്. എന്താണ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്ന് പറഞ്ഞാല്? It is also one of the subdivisions of journal used to record all purchase returns of goods. Okay, goods റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്? പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സ് നമ്മൾ വാങ്ങുന്നു അല്ലെ? നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. ഇതാണ് പർച്ചേസ്. അങ്ങനെ കടത്തിന് വാങ്ങിയ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തത്. ഇനി വരുന്നത് പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. അതായത് നമ്മൾ ഇങ്ങനെ ഗുഡ്സ് വാങ്ങും, നമ്മൾ ബൾക്കായിട്ടല്ലേ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഇങ്ങനെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജസ് വരാം. ഓക്കെ, ചിലപ്പോൾ ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് നമ്മുടെ ഡ്യൂറിങ് ട്രാൻസിറ്റ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വണ്ടിയിലോട്ട് എന്താണ് വണ്ടി കയറ്റി നമ്മൾ സാധനം നമ്മുടെ പ്ലാന്റിലേക്ക് കൊണ്ടുവന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു. അങ്ങനെ ഡാമേജ്ഡ് ഗുഡ്സ് നമ്മൾ യൂസ് ചെയ്യോ? ഇല്ല. ഡാമേജ്ഡ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും അല്ലെ? ആർക്ക് റിട്ടേൺ ചെയ്യും? ആരാണോ നമ്മൾ തന്നത് അയാൾക്ക് റിട്ടേൺ ചെയ്യും, തിരിച്ചു കൊടുക്കും. അങ്ങനെ പർച്ചേസ് ചെയ്ത ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺസ്. മനസ്സിലായോ? അപ്പൊ എന്താ പർച്ചേസ് റിട്ടേൺസ്? ആ ഗുഡ്സ് പർച്ചേസ് ചെയ്ത ശേഷം എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഗുഡ്സ് നമുക്ക് യൂസ്ഫുൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന് തിരിച്ചു കൊടുക്കാം. അങ്ങനെ റിട്ടേൺ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺസ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ ബുക്കിന് എന്തെന്ന് പറയുന്നത്? പർച്ചേസ് റിട്ടേൺസ്. ഇങ്ങനെ തിരിച്ചു കൊടുത്ത ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നത്? പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ബുക്ക് ഈസ് ഓൾസോ നോൺ ആസ് റിട്ടേൺ ഔട്ട്വേർഡ്സ് ബുക്ക്. ബുക്കിനെ നമ്മൾ എന്തെന്നും അറിയപ്പെടാറുണ്ട്? റിട്ടേൺ ഔട്ട്വേർഡ്സ് ബുക്ക്. ഓക്കെ, നമ്മള് പുറത്തേക്ക് റിട്ടേൺ ചെയ്യുന്നു, ഔട്ട്വേർഡ് അല്ലെ? നമ്മൾ ഇങ്ങോട്ട് വാങ്ങുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ഈ ബുക്കിനെ എന്തെന്നും പറയാറുണ്ട്? റിട്ടേൺ ഔട്ട്വേർഡ്സ് ബുക്ക്. ഓർത്ത് വെച്ചോണം കേട്ടോ, റിട്ടേൺ ഔട്ട്വേർഡ്സ് ബുക്ക്. ഓക്കെ, സോ പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ഈസ് ഓൾസോ നോൺ ആസ് റിട്ടേൺ ഔട്ട്വേർഡ്സ് ബുക്ക്. അപ്പൊ എന്താ പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ സബ് ഡിവിഷൻസ് ഓഫ് ജേർണൽ യൂസ്ഡ് ടു റെക്കോർഡ് all purchase returns of goods. Okay, then this book is also known as return outwards book. Return
ഔട്ട്വേർഡ്സ് ബുക്ക്. ഓക്കെ, ദെൻ നമ്മൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കടയിൽ ചെന്ന് എന്ത് സാധനം പർച്ചേസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് കിട്ടും അല്ലെ? ഒരു ഡോക്യുമെന്റ് കിട്ടും. നമ്മൾ സാധനം വാങ്ങി എന്നൊരു തെളിവിന് ബില്ലോ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ് കിട്ടും അല്ലെ? അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ അവിടെ ഇൻവോയ്സ് നമ്പറാ പറഞ്ഞത് അല്ലെ? കാരണം എന്താ? അതിന്റെ തെളിവ്, ആ ട്രാൻസാക്ഷന്റെ ഡോക്യുമെന്ററി എവിഡൻസ് നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയും. സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻവോയ്സ് ആണ് അല്ലെ? അപ്പൊ അതിന്റെ നമ്പർ ആണ് നമ്മൾ പർച്ചേസ് ബുക്കിനകത്ത് എഴുതുന്നത്. എന്നാൽ ദ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ പർച്ചേസ് റിട്ടേൺസ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് ഡെബിറ്റ് നോട്ട്. ഇപ്പൊ നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അത് ഗുഡ്സ് റിട്ടേൺ ചെയ്തു എന്നതിന്റെ ഒരു തെളിവാണ് ഏതെന്ന് പറയുന്നത്? ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ്. എന്താണ്? ഡെബിറ്റ് നോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ എഴുതേണ്ടത് ഡെബിറ്റ് നോട്ട് നമ്പർ ആണ്. ക്ലിയർ? അപ്പോൾ ദ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് പർച്ചേസ് റിട്ടേൺ ഈസ് ഡെബിറ്റ് നോട്ട്. ഓർത്തു വെച്ചോണം, ഡെബിറ്റ് നോട്ട് വരുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? പർച്ചേസ് റിട്ടേൺസുമായി ബന്ധപ്പെട്ടാണ് ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് പർച്ചേസ് റിട്ടേൺസ്. മറന്നു പോകരുത്. നമുക്ക് എക്സാമിനൊക്കെ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ റിട്ടേൺ ഔട്ട്വേർഡ്സ് ബുക്ക്. നമുക്ക് തിരിഞ്ഞു പോകും. അതുപോലെ ഡെബിറ്റ് നോട്ട് നമ്പർ ഏതുമായി റിലേറ്റ് ചെയ്തതാണ്? പർച്ചേസ് റിട്ടേൺസ്. ഓക്കെ, സോ ദിസ് ഇസ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ഈസ് ഓൾസോ നോൺ ആസ് റിട്ടേൺ ഔട്ട്വേർഡ്സ് ബുക്ക്, ആൻഡ് ദിസ് ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് all purchase returns of goods. Okay, the source document for recording purchase returns transactions is debit note. Okay, debit note ആണ് നമ്മുടെ purchase returns ന്റെ എന്തെന്ന് പറയുന്നത്? സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ ഇനി എങ്ങനെ ഒരു പർച്ചേസ് റിട്ടേൺസ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം? നമ്മൾ പർച്ചേസ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്തോ അതുപോലെ തന്നെയാണ് എന്തും പ്രിപ്പയർ ചെയ്യുന്നത്? പർച്ചേസ് റിട്ടേൺസ് ബുക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ പർച്ചേസ് റിട്ടേൺസ് ബുക്കിന്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതി എടുക്കണം കേട്ടോ. ആദ്യം പ്രിപ്പയർ എ പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഫോർ ഏപ്രിൽ 2017. ഓക്കെ, ഏപ്രിൽ 2017 അനുസരിച്ച് ഉള്ള ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യണം? പർച്ചേസ് റിട്ടേൺസ് ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഐറ്റംസ് ഓൺ ഏപ്രിൽ 1st, on April 5th, okay, on April 5th നമ്മൾ എന്താ പർച്ചേസ് ചെയ്തിരിക്കുന്നത്? പർച്ചേസ് റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. റിട്ടേൺ ടു ഗുഡ്സ് ടു മെഷേഴ്സ് കാർത്തിക് ട്രേഡേഴ്സ് ₹1200. റിട്ടേൺ ടു ഗുഡ്സ് ടു മെഷേഴ്സ് കാർത്തിക് ട്രേഡേഴ്സ് ₹1200. എന്ത് ചെയ്തു? കാർത്തിക് ട്രേഡേഴ്സിന് 1200 രൂപയുടെ ഗുഡ്സ് റിട്ടേൺ ചെയ്തു. ഓക്കെ, സോ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതുപോലെ ഏപ്രിൽ 10th ഗുഡ്സ് റിട്ടേൺ ടു സാഹിൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ദെൻ ഏപ്രിൽ 17th ഗുഡ്സ് റിട്ടേൺ ടു മെഷേഴ്സ് കോഹിനൂർ ട്രേഡേഴ്സ്. ദെൻ 28th റിട്ടേൺഡ് ഔട്ട്വേർഡ്സ് ടു മെഷേഴ്സ് ഹോണ്ട ട്രേഡേഴ്സ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയാണ് ട്രാൻസാക്ഷൻസ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പർച്ചേസ് റിട്ടേൺസ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ ഇതാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്കിന്റെ ഫോർമാറ്റ്. ഡേറ്റ്, ദെൻ ഡെബിറ്റ് നോട്ട് നമ്പർ, ദെൻ നെയിം ഓഫ് സപ്ലയേഴ്സ്, ledger folio, amount. Okay, date, debit note number, name of suppliers, ledger folio, amount. ഇത്രയാണ് വരുന്നത്. നമ്മുടെ ഇവിടെ കണ്ടോ ഇൻവോയ്സ് നമ്പറിന് പകരം എന്ത് വന്നു? ഡെബിറ്റ് നോട്ട് നമ്പർ വന്നു അല്ലെ? ഇൻവോയ്സ് നമ്പറിന് പകരം നമുക്ക് വന്നത് എന്താ? ഡെബിറ്റ് നോട്ട് നമ്പർ ആണ്. പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. അപ്പൊ നിങ്ങൾ ടൈറ്റിൽ കൊടുത്തിട്ട് വേണം എഴുതാൻ കേട്ടോ. പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. ക്ലിയർ? ദെൻ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ 2017 ഏപ്രിൽ 5th. നമ്മൾ ഡേറ്റ് കൊടുത്തു 2017 April 5th. Return to goods to measures Karthik Traders 1200. കാർത്തിക് ട്രേഡേഴ്സിന് ഗുഡ്സ് റിട്ടേൺ ചെയ്തു. ഇവിടെ നമുക്ക് ഡെബിറ്റ് നോട്ട് നമ്പർ തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതും കാണിക്കണം. ഓക്കെ, അപ്പൊ ഡെബിറ്റ് നോട്ടിന് ഒരു ചെറിയ കോളം മതി കേട്ടോ. ചെറിയ കോളം വരച്ചാൽ മതി. നമുക്ക് ഇനിയുള്ള നെയിം ഓഫ് സപ്ലയർ ആണ്. ആരാ നെയിം ഓഫ് സപ്ലയർ എന്ന് പറയുമ്പോൾ? മെഷേഴ്സ് കാർത്തിക് ട്രേഡേഴ്സ് അല്ലെ? കാർത്തിക് ട്രേഡേഴ്സിനാണ് റിട്ടേൺ ചെയ്തത്. സോ മെഷേഴ്സ് കാർത്തിക് ട്രേഡേഴ്സ്. എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ഐറ്റംസ് ഒന്നും തന്നിട്ടില്ല. 1200. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ഓഗസ്റ്റ് 10 റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഗുഡ്സ് റിട്ടേൺ ടു സാഹിൽ പ്രൈവറ്റ് ലിമിറ്റഡ് 2500 rupees.
സോ ഡേറ്റ് ആദ്യം കൊടുക്കുക. എത്രയാണ്? 10 അല്ലേ? April 10. Then goods returned to Sahil Private Limited. So name of supplier Sahil Private Limited. Amount എത്രയാണ്? 2500. Clear? The next one 17. April 17. Date കൊടുക്കുക. Goods returned to Messrs Kohinoor Traders for list price 2000 less discount 10%. കണ്ടോ? കോഹിനൂർ ട്രേഡേഴ്സിന് നമ്മള് കോഹിനൂർ ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിയപ്പോ നമുക്ക് ഡിസ്കൗണ്ടും കൂടി കിട്ടിയായിരുന്നു. അപ്പൊ ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ ആ ഡിസ്കൗണ്ടും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ? വേണം. ഓക്കെ. സോ 2000 rupees ലിസ്റ്റ് പ്രൈസ് ആണെങ്കിൽ അതിൽ നിന്ന് 10% ഡിസ്കൗണ്ട് മൈനസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ഓക്കെ. നമ്മൾ പർച്ചേസിൽ ചെയ്ത പോലെ മഷേസ് കോഹിനൂർ ട്രേഡേഴ്സ് 2000 rupees ആണ് അതിന്റെ പ്രൈസ്. അതിൽ നിന്നും ട്രേഡ് ഡിസ്കൗണ്ട് 10% അല്ലെ? 10% മൈനസ് ചെയ്യുമ്പോൾ 200 ആണ്. 2000 10% എന്ന് പറഞ്ഞാൽ 2000 into 10/100. ദാറ്റ് ഈസ് 200. ഓക്കെ. ഇപ്പൊ 2000 നിന്ന് 200 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 1800 അല്ലെ? 1800 rupees കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് റിട്ടേൺ ഔട്ട്വേർഡ്സ് ടു 28th ആണ്. റിട്ടേൺ ഔട്ട്വേർഡ്സ് ടു മെഷേഴ്സ് ഹോണ്ട ട്രേഡേഴ്സ് 550. റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് റിട്ടേൺസ്. ഓക്കെ. സോ ഡേറ്റ് എഴുതുക 28. പേരെന്താ? മെഷേഴ്സ് ഹോണ്ട ട്രേഡേഴ്സ്. ഓക്കെ. എമൗണ്ട് 550. സോ ഇങ്ങനെ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. പർച്ചേസ് റിട്ടേൺസ് ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം അല്ലെ? ഇപ്പൊ 1200 പ്ലസ് 2500 പ്ലസ് 1800 പ്ലസ് 550. ഓക്കെ. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 6050. 6050 രൂപയെന്ന് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് എമൗണ്ട് കിട്ടി. ഇനി ഡേറ്റ് എവിടെ കൊടുക്കണം? ആ ഡേറ്റ് കോളത്തില് നമ്മൾ എന്നാണോ ആ മാസത്തിന്റെ എൻഡ് ഏതാണോ ആ ഡേറ്റ് വേണം കൊടുക്കാൻ. ഇപ്പൊ ഏപ്രിൽ എത്ര ദിവസം ഉണ്ട്? ഏപ്രിൽ 30 days അല്ലെ? അപ്പൊ ഏപ്രില് നമുക്ക് 30 days ആണുള്ളത്. എന്ത് ചെയ്യാ? ഇവിടെ 30 എന്ന ഡേറ്റ് കൊടുക്കുക. ഓക്കെ. സോ ഇങ്ങനെയാണ് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? പർച്ചേസ് റിട്ടേൺസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? പർച്ചേസ് റിട്ടേൺസ്. ഓക്കെ. പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യും? പർച്ചേസ് ബുക്കും പർച്ചേസ് റിട്ടേൺസ് ബുക്കും നമ്മൾ പഠിച്ചല്ലേ? അപ്പൊ നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ. സോ നമുക്ക് ടെക്സ്റ്റിലെ ഇല്ലസ്ട്രേഷൻ നമ്പർ 5 നോക്കാം. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ ഇത് എഴുതിയെടുക്കണം കേട്ടോ. Enter the following transactions of Messrs High Life Fashions in purchases and purchases returns book. Okay. In purchases and purchases returns book and post അത് നമുക്ക് വേണ്ട കേട്ടോ. ഇത് വേണ്ട. ledger accounts ഇത്രയും വേണ്ട. for the month of September 2014 ഇത്രയും മതി. Okay. So enter the following transactions of Messrs High Life Fashions in purchases and purchases returns book for the month of September 2014. ഓക്കെ. ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് നോക്കിയിട്ട് ഓരോ ട്രാൻസാക്ഷൻസും പർച്ചേസ് ബുക്കിലാണോ പർച്ചേസസ് റിട്ടേൺസ് ബുക്കിലാണോ വരുന്നത് നോക്കുക. നമ്മളിപ്പോൾ 2 ജേണൽ വരയ്ക്കണം. പർച്ചേസ് ജേണലും വരയ്ക്കണം, പർച്ചേസ് റിട്ടേൺസ് ജേണലും വരയ്ക്കണം. ഓക്കെ. ദെൻ പർച്ചേസ് ജേണലിൽ വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം പർച്ചേസ് ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുക. പർച്ചേസ് റിട്ടേൺസ് ബുക്കിലേക്ക് വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം എങ്ങോട്ട് റെക്കോർഡ് ചെയ്യുക? പർച്ചേസ് റിട്ടേൺസ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഡേറ്റ് തന്നിട്ടുണ്ട് 2017 September 1. Purchased the following goods on credit from Messrs Ratna Traders as per invoice number 714. Okay. Purchase the following goods. Okay. താഴെ പറയുന്ന ഗുഡ്സുകൾ പർച്ചേസ് ചെയ്തു എന്നാ പറയുന്നത് അല്ലെ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മെഷേഴ്സ് രത്ന ട്രേഡേഴ്സ്. ഓക്കെ. രത്ന ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ഇത് ക്യാഷ് പർച്ചേസ് ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ? പർച്ചേസിനോടൊപ്പം ഒരു പേഴ്സന്റെ ഒരു വ്യക്തിയുടെ പേര് തന്നിരുന്നാൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പൊ നമ്മൾ എവിടെയാ റെക്കോർഡ് ചെയ്യേണ്ടത്? പർച്ചേസ് ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ. സോ പർച്ചേസ് ബുക്കിനകത്ത് കാണിക്കണം. അപ്പൊ നമുക്ക് നെയിം ഓഫ് സപ്ലയർ ഉണ്ട് അല്ലെ? മെഷേഴ്സ് രത്ന ട്രേഡേഴ്സ്. ദെൻ ഡേറ്റ് തന്നിട്ടുണ്ട് നമുക്ക് September 1, 2017. ദെൻ ഇൻവോയിസ് നമ്പർ തന്നിട്ടുണ്ട് 714.
Okay, then items തന്നിട്ടുണ്ട് 25 shirts at the rate of 300 per shirt, then 20 pants at the rate of 700 per pant, less 10% trade discount. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണ്ടേ? നെയിം ഓഫ് കസ്റ്റമർ മെഷേഴ്സ് രത്ന ട്രേഡേഴ്സ് എന്ന് കാണിക്കുക. ദെൻ അതിന് താഴെയായിട്ട് 25 ഇൻറ്റു 300. ഓക്കെ, 25 ഇൻറ്റു 300 ഇന്നർ കോളത്തിൽ എമൗണ്ട് കാണിക്കുക. ദെൻ 20 ഇൻറ്റു 700 ഇന്നർ കോളത്തിൽ എമൗണ്ട് കാണിക്കുക. അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ദെൻ അതിൽ നിന്നും 10% ട്രേഡ് ഡിസ്കൗണ്ട് മൈനസ് ചെയ്ത് ഔട്ടർ കോളത്തിൽ കാണിക്കുക. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ പർച്ചേസ് ബുക്കിന്റെ, അതുപോലെ സെയിം മെത്തേഡിൽ എന്ത് ചെയ്യുക, പർച്ചേസ് ബുക്കിനകത്തേക്ക് ഇത് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇത് എവിടെയാണ് പോകേണ്ടത്? പർച്ചേസ് ബുക്കിൽ. ഓക്കെ, ദെൻ സെപ്റ്റംബർ 8 അടുത്ത പർച്ചേസ് വരുന്നത്. പർച്ചേസ് ഓഫ് ഫോളോയിങ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, അതും ക്രെഡിറ്റ് തന്നെയാണ്, ഫ്രം മെഷേഴ്സ് ബോംബെ ഫാഷൻ ഹൗസ്. ഓക്കെ, അപ്പം നെയിം ഓഫ് കസ്റ്റമർ ഉണ്ട് ബോംബെ ഫാഷൻ ഹൗസ്, നെയിം ഓഫ് സപ്ലയർ. ഓക്കെ, ദെൻ ഇൻവോയ്സ് നമ്പർ തന്നിട്ടുണ്ട് 327. ക്ലിയർ. ദെൻ 20 fancy trousers at the rate of rupees 500 per trouser, then 20 fancy hats at the rate of 100 per hat, less 5% trade discount. Okay, അതും നമ്മൾ എന്ത് ചെയ്യുക, 10 into 500 5000 ഇന്നർ കോളത്തിൽ കാണിക്കുക, 20 into 100 2000 ഇന്നർ കോളത്തിൽ കാണിക്കുക. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും 5% ഡിസ്കൗണ്ട് മൈനസ് ചെയ്ത് ഔട്ടർ കോളത്തിൽ കാണിക്കുക. ക്ലിയർ. നമ്മൾ പർച്ചേസിന്റെ ട്രാൻസാക്ഷൻസ്. അപ്പോൾ പർച്ചേസ് ബുക്കിൽ then goods returned to Measures Ratna Traders. കണ്ടോ, ഗുഡ്സ് റിട്ടേൺഡ് അത് എവിടെയാണ് പോകണ്ടേ? പർച്ചേസ് റിട്ടേൺസ് ബുക്കിനകത്ത് പോകണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 ട്രാൻസാക്ഷനും പർച്ചേസ് ബുക്കിനകത്ത് എഴുതുക. ദെൻ തേർഡ് ട്രാൻസാക്ഷൻ എങ്ങോട്ടാണ് പോകണ്ടേ? പർച്ചേസ് റിട്ടേൺസ് ബുക്കിലേക്ക്. ഓക്കെ, അവിടെ ഡെബിറ്റ് നോട്ട് നമ്പർ തന്നിട്ടുണ്ട് കണ്ടോ, ആസ് പെർ ഡെബിറ്റ് നോട്ട് നമ്പർ 102. ദെൻ ഐറ്റംസ് തന്നിട്ടുണ്ട് പഴയ പോലെ തന്നെ 3 into 300. 3 ഷർട്ട്സ് അറ്റ് ദ റേറ്റ് ഓഫ് rupees 300 per ഷർട്ട് ആണ്. അപ്പോൾ 3 into 300. Then 1 pant at the rate of rupees 700 per pant. അപ്പോൾ 700 into 1 700. Then അതിൽ നിന്നും 10% ഡിസ്കൗണ്ടും കൂടി മൈനസ് ചെയ്ത ശേഷം ഔട്ടർ കോളത്തിൽ കാണിക്കുക. നമ്മൾ എങ്ങനെയാണോ പർച്ചേസ് ബുക്ക് ചെയ്തത് അതുപോലെ തന്നെയാണ് റിട്ടേൺസ് ബുക്കും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ പോവുക. ദെൻ പർച്ചേസ് ഓഫ് ദ ഫോളോയിങ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മെഷേഴ്സ് സോൾട്ട ഫാഷൻസ് ആസ് പെർ ഇൻവോയിസ് നമ്പർ 6781. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ആണ് അല്ലേ. അപ്പോൾ അത് എവിടെയാണ് വേണ്ടേ? പർച്ചേസ് ബുക്കിൽ. ഇവിടെ നെയിം ഓഫ് സപ്ലയർ തന്നിട്ടുണ്ട് മെഷേഴ്സ് സോൾട്ട ഫാഷൻസ്. ഓക്കെ, ഇൻവോയ്സ് നമ്പർ തന്നിട്ടുണ്ട്. ക്ലിയർ. ദെൻ ഐറ്റംസ് തന്നിട്ടുണ്ട് 10 into 1000 ഇൻറ്റു ചെയ്ത് എഴുതുക. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് മൈനസ് ചെയ്ത് കാണിക്കുക. ഓക്കെ, പർച്ചേസ് ബുക്കിനകത്തേക്ക്. ദെൻ പിന്നെ നമുക്ക് പറയുന്നത് പർച്ചേസ് ഓഫ് ദ ഫോളോയിങ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മെഷേഴ്സ് ബ്രൈഡ് പാലസ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 1076. അതും പർച്ചേസ് ആണ് അല്ലേ, പർച്ചേസ് ആണ്. അപ്പൊ എങ്ങോട്ടാ പോണ്ടേ? പർച്ചേസ് ബുക്കിലേക്ക് പോകണം. ഇവിടെ നെയിം ഓഫ് സപ്ലയർ തന്നിട്ടുണ്ട് ബ്രൈഡ് പാലസ്. ഓക്കെ, ദെൻ ഇൻവോയ്സ് നമ്പർ ഉണ്ട്, ഐറ്റംസ് തന്നിട്ടുണ്ട്. 190 ഉള്ളെങ്കിൽ 10 into 2000 എഴുതുക. ദെൻ അതിൽ നിന്നും 5% ഡിസ്കൗണ്ട് മൈനസ് ചെയ്ത് ഔട്ടർ കോളത്തിൽ കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഗുഡ്സ് റിട്ടേൺഡ് ടു മെഷേഴ്സ് ബോംബെ ഫാഷൻ ഹൗസ് ആണ്. അപ്പൊ അത് എവിടെ പോകണ്ടേ? ഗുഡ്സ് റിട്ടേൺഡ് ടു എവിടെ പോകണ്ടേ? പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ പോകണം. ഓക്കെ, ഐറ്റംസ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ടും ഉണ്ട്. ഇപ്പൊ ഡിസ്കൗണ്ട് കൂടി മൈനസ് ചെയ്ത് കാണിക്കുക. ദെൻ 28 ഗുഡ്സ് റിട്ടേൺഡ് ടു മെഷേഴ്സ് ബ്രൈഡ് പാലസ് ആസ് പെർ ഡെബിറ്റ് നോട്ട് നമ്പർ 105. അതും ഗുഡ്സ് റിട്ടേൺഡ് ആണ്. എവിടെ പോകേണ്ടതാണ്? പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ പോകണം. ഓക്കെ, സോ പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ 3 ട്രാൻസാക്ഷൻസ് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ പർച്ചേസ് ബുക്കിനകത്ത് എത്രയാണ്? 4 ട്രാൻസാക്ഷൻസ് കണ്ടു. അപ്പോൾ ഇതിനകത്ത് പർച്ചേസ് ബുക്കിലുള്ളത് പർച്ചേസ് ബുക്കിലേക്കും പർച്ചേസ് റിട്ടേൺസ് ബുക്കിലുള്ളത് എങ്ങോട്ടേക്കും? പർച്ചേസ് റിട്ടേൺസ് ബുക്കിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യാം. ഓക്കെ, ചെയ്യാലോ. നമ്മൾ പർച്ചേസ് ബുക്ക് രണ്ടും പഠിച്ചു, നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഈ പ്രോബ്ലം കൂടി അതിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ.